കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണത്തിന് പ്രാദേശികമായി സംവിധാനം ഒരുക്കാനും കർഷകർക്ക് സുരക്ഷിതവും അനായാസവുമായി വിപണന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുന്നതിന്റെയും ഭാഗമായി തൃക്കരിപ്പൂരിൽ കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റും കണ്ണൂർ വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും ചേർന്നാണ് ഏകദിന ബോധവൽക്കരണം നടത്തിയത്. കർഷകരുടെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വിവിധ സീസണിൽ സംഭരിച്ചു വെക്കാനും വിപണിയിൽ മികച്ച വില ലഭിക്കുമ്പോൾ വിൽപ്പന നടത്താനുമുള്ള സംവിധാനം ഉറപ്പാക്കുന്നതിലൂന്നിയാണ് ഏകദിന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് സി രവി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കാര്യങ്ങളുടെ ഗൗരവം പോയിന്റ് മനസ്സിലായി. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഐസിഎമ്മിൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാം പറഞ്ഞു തരും. പിന്നെ കർഷകരൊക്കെ അതിൻ്റെ സൂക്ഷിക്കുന്ന കാര്യങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഐസിഎമ്മിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നതാണ്. മറ്റു കൂടുതൽ കാര്യങ്ങൾ പറയാതെ ഈ വൈകിട്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മുൻ പ്രസിഡന്റ് വി വിജയൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ സി സേതുമാധവൻ, കൃഷി ഓഫീസർ എ രജിന, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി കെ രാജീവൻ എന്നിവർ സംസാരിച്ചു. ബോധവൽക്കരണ പരിപാടിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് പരിശീലകൻ സി വി വിനോദ് കുമാർ നേതൃത്വം നൽകി. സംഭരണ കേന്ദ്രങ്ങളെ നേരിട്ടറിയുന്നതിൻ്റെ ഭാഗമായി ക്ലാസിന് ശേഷം കാഞ്ഞങ്ങാട് പടന്നക്കാട് സ്റ്റേറ്റ് വെയർഹൌസ് കർഷകർ ഉൾപ്പെടുന്ന സംഘം സന്ദർശിച്ചു. മുതിർന്ന കർഷകർ ഉൾപ്പെടെ തൃക്കരിപ്പൂർ, പടന്ന പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുത്ത 50 കർഷകർ ഏകദിന ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.